മെത്രാൻമാർക്കെതിരെ കടുത്ത അധിക്ഷേപവുമായി പി.സി. ജോർജ്. ചില ബിഷപ്പുമാർ പോക്രിത്തരം പറയുന്നു. സഭയ്ക്ക് ബി.ജെ.പിയെ വേണ്ടെങ്കിൽ ബി.ജെ.പിക്കും അവരെ വേണ്ടെന്ന് പി.സി. ജോർജ് പറഞ്ഞു. അതേസമയം കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയ്ക്കെതിരെ ബി.ജെ.പി നേതാവ് ഷോൺ ജോർജ് രംഗത്തെത്തി. സ്പോൺസർമാർക്ക് വേണ്ടി വാർത്തകൾ വളച്ചൊടിച്ച് ദീപികയിലെ ചിലർ രാഷ്ട്രീയം കളിക്കുന്നുവെന്നാണ് ആരോപണം. സഭയ്ക്ക് വേണ്ടെങ്കിൽ ബി.ജെ.പിക്കും വേണ്ട എന്ന തന്റെ പ്രസ്താവന വളച്ചൊടിച്ചുവെന്നും ഷോൺ ജോർജ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അയാളൊരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷെ അയാളെന്തായത് മടകളിലെല്ലാം വിളിച്ച് UDP വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണ്. ഈ സഭ എന്ന് പറഞ്ഞാൽ UDP ആണ്. ഈ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ടാണ്. അമാർക്കൂടെ എന്ത് കിട്ടിയിട്ടാണ് ഈ സഭ ഇങ്ങനെ വൃത്തിയായിട്ട പണി ചെയ്യുന്നത്? നാണം കെട്ടവന്മാർ. സഭയല്ല തള്ളിപ്പറയുന്നത്, ഇങ്ങനെ മെത്രാന്മാരെ തള്ളിപ്പറയും. ബോധം വിവരം വേണ്ട ഇവനൊക്കെ. ഇതുകൊണ്ട് ക്രൈസ്തവ യോഗത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന്. എന്നിട്ട് ഇവന്മാർ പിന്നെ എന്തിനാ കിടന്ന് കുരയ്ക്കുന്നത്? ആ കൊര UDPന് വേണ്ട. ഇവൻ്റെയൊക്കെ മനസ്സിലിരിക്കുന്ന നാറിയ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരെ ഞങ്ങൾ കാണും. ഞങ്ങളും രാഷ്ട്രീയമായിട്ട് ഇടപെടും. അവരോട് ബഹുമാനമൊന്നും ഞങ്ങൾക്ക് കാണുകയില്ല. സഭ ഞാൻ വിശ്വാസിയാണ്. കുർബാന കണ്ടത് മാത്രമല്ല, കുർബാന കൈക്കൊണ്ടവനെ. ഞാനാ പറയുന്ന ഈ മെത്രാന്മാർ കഴിക്കുന്ന പൂക്കൃത്തരാന്ന് മനസ്സിലായി. ദീപിക പോലെയുള്ള പത്രങ്ങളുടെ ഇടപെടൽ അത് വോട്ടുകളെ സ്വാധീനിക്കും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ദീപിക എടുക്കുന്ന നിലപാടുകളിൽ നമുക്ക് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ സമയമാകുമ്പോൾ എല്ലാവിധ ആനുകൂല്യങ്ങളും ഇവരൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നവരാണ്. പക്ഷേ സമയമാകുമ്പോൾ കോൺഗ്രസിന് വേണ്ടിയും ചില വ്യക്തികൾക്ക് വേണ്ടിയും ദീപികയ്ക്കകത്തിരുന്നൊന്നും സഭാപിതാക്കന്മാർ പോലും അറിയുന്നതല്ല. ചില വ്യക്തികൾ പത്രത്തിനുള്ളിലിരുന്നുകൊണ്ട് കാണിക്കുന്ന ഈ രാഷ്ട്രീയം അത് പിതാക്കന്മാരെ നേരിൽ കണ്ട് പരാതി അറിയിക്കും. അവരോട് കൃത്യമായി ഇതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ആകുലത തിരിച്ചറിയിക്കും. കാരണം സഭയുടെ ആകുലത നമ്മളെ അറിയിക്കാറുണ്ട്, നമ്മുടെ ആകുലത തിരിച്ചറിയിക്കും. കാരണം സഭയുടെ മുഖപത്രം എന്ന് പറയുമ്പോൾ സഭയുടെ മുഖപത്രമായിരിക്കണം. അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ദീപിക മാറാൻ പാടില്ല. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് അറിയാനുള്ള അവകാശം സഭാമക്കളാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അഖിൽ കെയുടെ വിശദാംശങ്ങൾ നൽകാൻ. അഖിൽ, ഷോണാണ് ആദ്യം തുടങ്ങി വെച്ചത് ഈ സഭയ്ക്ക് വേണ്ടെങ്കിൽ ബി.ജെ.പിക്കും വേണ്ട എന്നുള്ളത്. പക്ഷേ പിന്നീട് ആ പ്രസ്താവന വളച്ചൊടിച്ചു എന്നുള്ള കാര്യമാണ്. ഒപ്പം ദീപികയ്ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ പി.സി. ജോർജ് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ്. തീർച്ചയായും വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പി.സി. ജോർജ് വിമർശിച്ചിരിക്കുന്നത്. ഷോൺ ജോർജ് ആദ്യഘട്ടത്തിൽ ഇത്ര വലിയ രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചിരുന്നില്ലെങ്കിൽ പോലും പി.സി. ജോർജിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമാണ്. പി.സി. ജോർജ് എല്ലാ കാര്യത്തിലും ഇത്തരത്തിൽ തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്ന അതേ വിമർശനങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പി.സി. ജോർജിന്റെ വാദങ്ങൾ ഇങ്ങനെയാണ്. അതായത് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ ബോധവും വിവരവും ഇല്ലാത്തവൻ എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം, എന്താണ് ഇത്ര കുരുക്കുന്നത്? അമിത്ഷാ പറഞ്ഞു ഈ വിഷയത്തിൽ ഇടപെടും, ഈ വിഷയത്തിൽ പ്രശ്നം ആശങ്കപ്പെടേണ്ടതില്ല എന്നവർ പറഞ്ഞിരുന്നു. എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിൽ ഇടപെടുന്നതെന്ന് വളരെ മോശമായ ഭാഷയിൽ പറയുന്നു. ഒപ്പം തന്നെ FCR വിഷയത്തിൽ ചില ബിഷപ്പുമാർക്ക് പ്രശ്നങ്ങൾ മാത്രമാണ് പ്രശ്നം എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ FCR വിഷയത്തിൽ ആശങ്കയുള്ളവർ വീട്ടിൽ പോയിരിക്കട്ടെ എന്നുകൂടി അദ്ദേഹം അതിനൊപ്പം ചേർത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഷോൺ ജോർജ് ആണെങ്കിൽ ഏറ്റവും പ്രധാനമായും ഈ സഭകൾക്കെതിരെ പറയുന്നില്ല എങ്കിൽ പോലും സഭകൾ വഹിക്കുന്ന ദീപിക പത്രത്തിന്റെ, അതായത് ദീപിക പത്രത്തിനെതിരെയാണ് വളരെ രൂക്ഷമായ ഭാഷയിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു വിദേശത്തേക്ക് ആളെ കടത്തുന്നവരാണ് എന്ന തരത്തിലുള്ള പ്രതികരണം പോലും ഷോൺ ജോർജ് ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി വിടുവേല ചെയ്യുകയാണ് ദീപിക എന്നുള്ള ആരോപണമാണ്. അതായത് ഈ പക്ഷേ ഈ വിഷയത്തിൽ ഷോൺ ജോർജ് പറയുന്നത് ഇങ്ങനെയാണ്, ബിഷപ്പുമാർ അല്ലെങ്കിൽ പിതാക്കന്മാർ ഈ കാര്യം അറിയുന്നില്ല. പക്ഷേ അതിനുള്ളിലെ ചില ആളുകൾ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ രാഷ്ട്രീയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ഈ ദീപിക പത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ബി.ജെ.പിക്കെതിരെ പോരാടുന്നു. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുത്ത ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന കാര്യം കൂടിയാണ് എന്തായാലും ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കടുത്ത വിമർശനം തന്നെയാണ് ഈ രണ്ട് ആളുകളിലും. അതായത് ആദ്യം ഷോൺ ജോർജ് തുടങ്ങി വെക്കുന്നു, അതിന് പിന്നാലെ അത് പി.സി. ജോർജ് ഏറ്റെടുത്ത് വളരെ കടുത്ത ഭാഷയിൽ വളരെ ഒരുപക്ഷെ നമുക്ക് മോശം എന്ന് പറയാവുന്ന വാക്കുകളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിമർശനം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഈ ഒരു പ്രശ്നങ്ങൾ FCR വിഷയം, അതായത് ബി.ജെ.പിയും ഷോൺ ജോർജും ഒക്കെ വലിയ പ്രതീക്ഷ വെച്ച് വരുന്നു. അതിനിടയിലാണ് ഈ FCR വിഷയം വരികയും സഭകൾ ആവർത്തിച്ച് തുടർച്ചയായി ഈ വിഷയത്തെ എതിർത്ത് വന്നതോടുകൂടി ബി.ജെ.പിയിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം പോലും പോയി. അതിന് പിന്നാലെയായിരുന്നു ബിഷപ്പുമാർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ ആദ്യം പി.സി. ജോർജ് പ്രതികരിച്ചത്. പിന്നാലെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഷോൺ ജോർജ് ഈ ദീപികയ്ക്കെതിരെ വരുന്നു. പിന്നാലെ അതിന്റെ ചുവട് ഏറ്റുപിടിച്ച പി.സി. ജോർജ് ബിഷപ്പുമാരെ ഒന്നടങ്കം അധിക്ഷേപിക്കുകയും അതുപോലെ തന്നെ അവരെ മോശമായി പറയുകയും ചെയ്ത സാഹചര്യം ഉണ്ടാവുന്നത്. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. അഖിൽ കെ ആണ് വിശദാംശങ്ങൾ നൽകിയത്.